തീർച്ചയായിട്ടും ഞങ്ങൾ അല്ല അവർ വീടുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തുമല്ലേ. ഞാൻ പറഞ്ഞല്ല, കാലടി ഗോപിയുടെ കഥാപാത്രം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വശത്ത് ക്രിസ്തുവിൻ്റെ പടം, വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ്റെ പടം. അപ്പോൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൃഷ്ണൻ്റെ പടം കാണിക്കും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ പടം കാണിക്കും. അവർ കാലടി ഗോപിയുടെ നാടകത്തിലെ രസകരമായൊരു കഥാപാത്രം. ആ പണിയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിലെ ജാതി അനുസരിച്ചിട്ട് അവിടെ ചെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയത, പച്ചയ്ക്ക് വർഗീയത. ആരോട് ഈ പോലീസിന് പരാതി കൊടുക്കാനാണ്? ഈ പോലീസിന് പരാതി കൊടുത്തിട്ടാ അവർക്ക് ഇഷ്ടമുള്ളവർക്കെതിരെ കൊടുത്താൽ കേസെടുക്കും, അല്ലാത്തവർക്കെതിരെ കേസെടുക്കില്ല. എനിക്കെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് ഒരാൾ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അതിന് കേസെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മറുപടി തന്ന പിന്നീട് പാവപ്പെട്ട പാർട്ടിക്കാർ കേസ് കൊടുത്ത എന്നിട്ട് എന്തായി? എന്നിട്ട് എന്തായി? ആ പോലീസ് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞതനുസരിച്ച്, SP-യോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ സ്ത്രീകളായ നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടൽ മുറി അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത്. ഇതെവിടെ കേസ്? എന്തായി? നീലപ്പെട്ടി ഇവിടെ പന്നിക്കണിയായിട്ട് ഇറങ്ങി ആദ്യം. എന്നിട്ട് പറയും ഞങ്ങളെ UDF ഇലക്ഷനിൽ ജയിക്കാൻ, ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ ഒരു പന്നിക്കണി ഒരുക്കി ഷോക്കടിപ്പിച്ച് ഒരു കൊച്ചിനെ കൊന്നു. ആ രീതിയിലല്ലേ പറഞ്ഞൊരു മന്ത്രി. അതിന് കൊടപിടിച്ചു കൊടുത്തില്ലേ ഗോവിന്ദൻ കൊടപിടിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി ഇയാളെ ശാസിച്ചെന്നാ പറയണത്. ആരെ? ഞാൻ വാർത്ത കണ്ട്, എനിക്കറിയില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ആ ശശീന്ദ്രൻ പറഞ്ഞത് അതുപോലെ ഏറ്റുപറഞ്ഞ ആ ഗോവിന്ദനോട് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും നടത്തണ്ടേ? എന്താണോ ഗോവിന്ദ ഇങ്ങനെയൊക്കെ പറയണെന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി ചോദിക്കണ്ടേ? എന്ത് വൃത്തികേടാണ് ഈ കേരളത്തിലെ CPM സെക്രട്ടറി പറഞ്ഞത്? എന്ത് വൃത്തികേട്! ആ കെണി വെച്ചാൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ എന്തും പറയാൻ മടിക്കാത്ത ആളാണ് ഇവര്. എന്തും പറയാൻ. എന്നിട്ട് ഇട്ടിട്ട് ഓടിയില്ലേ? പന്നിക്കണിയും കൊണ്ട് ഓടിയില്ലേ? നീലപ്പെട്ടിയും കൊണ്ട് ഓടിയ പോലെ പോയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല. അത് വന്നിട്ട് അപ്പുറത്ത് വോട്ട് പിടിക്കാൻ ഇപ്പൊ വന്നേക്കാണ്. നിലമ്പൂര് വന്നിട്ട് അത് പിടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കൊല്ലോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലമില്ലേ? ഇല്ലേ? ഏപ്രിലല്ലായിരുന്നു, ഒരു കൊല്ലമില്ലേ? ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെല്ലാം അതിക്രമങ്ങൾ പാലസ്തീനിൽ നടന്നു, എന്തെല്ലാം അതിക്രമങ്ങൾ ഗാസയിൽ ഇല്ലേ? മിണ്ടിയിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സ്പെഷ്യൽ സാധനമാണ് പാലസ്തീൻ. CAA കുറിച്ച് 35 ദിവസം പ്രസംഗിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ 35 ദിവസം. എന്നിട്ട് ആ CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറക്കിടക്കുക. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല. ആയിരക്കണക്കിന് ആളുകൾ കോടതി കയറി ഇറക്കുക. എന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവരെ കെട്ടിപ്പിടിച്ച്, BDP കെട്ടിപ്പിടിച്ച് നമ്മളോട് മതേതരത്വം പഠിപ്പിക്കാൻ വേണ്ടി വരിക. വേണ്ട, ഇങ്ങോട്ട് വരണ്ട.